നമസ്കാരം ട്ടാ. നമ്മുടെ മോദി ട്രംപിന് അങ്ങോട്ട് കീഴടങ്ങിയിരിക്കുന്നു. ഇതാരാ പറഞ്ഞത്? ജയറാം രമേശ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. നന്നായി. മോദി കീഴോട്ടടങ്ങിയോ അതോ മുകളിലോട്ടടങ്ങിയോ എന്നുള്ളത് പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കീഴടങ്ങുന്ന ഒരു പ്രധാനമന്ത്രി മുമ്പുണ്ടായിരുന്നു. 60 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിൻ്റേതായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം ആർക്കാ അടിമപ്പെട്ട് ജീവിച്ചതെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം സോണിയാഗാന്ധിയുടെ വാലിൽ തൂങ്ങി നടന്നിരുന്ന ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി അങ്ങനെയാണോ? ചങ്കൂറ്റമുള്ള ധീരനായ ഇന്ത്യയെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. പണ്ടൊക്കെ നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഗൾഫുകാരെയൊക്കെ മലബാറി എന്ന് വിളിച്ച അറബികൾ കളിയാക്കുമായിരുന്നു. ഇന്ന് അതാണോ അവസ്ഥ? ഇന്ന് മലബാറി എന്ന് വിളിക്കുന്നതിന് പകരം ഇന്ത്യക്കാരനെന്ന അഭിമാനത്തോടു കൂടെ വിളിക്കുന്നു. നമ്മളെക്കാൾ ഏറെ അഭിമാനത്തോടു കൂടി അവർ വിളിക്കുന്നു. അത് കേൾക്കുമ്പോൾ 10 മടങ്ങ് അഭിമാനമാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയ ചുങ്കം കുറച്ചിരിക്കുന്നു. 50% നിന്ന് ഒറ്റയടിക്ക് 18% കുറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ട്രംപ് അവിടെ കിടന്ന് പല അഭ്യാസങ്ങളും കാണിച്ചു. പക്ഷെ അതിനൊന്നും നമ്മുടെ പ്രധാനമന്ത്രി വഴങ്ങിക്കൊടുത്തില്ല. പകരം എന്താ ചെയ്തത്? അദ്ദേഹം വ്യാപാര ശൃംഖല മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയുടെ വ്യാപാര മേഖലയെ പിടിച്ചു നിർത്താൻ വേണ്ടിയ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. ഏറ്റവും ഒടുവിൽ എന്താ? 27 രാജ്യങ്ങളടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. ബ്രിട്ടനുമായി സ്വതന്ത്ര കരാർ ഒപ്പിട്ടു. അതുപോലെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളാണെന്ന് ഓർക്കണം. നാറ്റോയിലെ സഖ്യ രാജ്യങ്ങളാണെന്ന് ഓർക്കണം. അതുപോലെ ഇനി കാനഡ ഒപ്പിടാൻ വരാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യയുടെ വ്യാപാര മേഖലകളെ സർവ്വലോകത്തേക്കും വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതാവുണ്ടല്ലോ, ഒരു രാഹുൽ ഗാന്ധി. ഞാൻ ഇന്നുവരെ അദ്ദേഹത്തിന് അങ്ങനെയൊന്നും അഭിസംബോധന ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അഭിസംബോധന ചെയ്യേണ്ടി വന്നു. ആ ഗണ്ഡി എന്താ പറഞ്ഞത്? അമേരിക്കയിലിരുന്ന് ട്രംപ് എന്താണോ അമേരിക്കയിലിരുന്ന് ഇന്ത്യക്കെതിരെ പറഞ്ഞത് അത് അതേപടി പാടിക്കൊണ്ട് നടക്കുകയല്ലേ. ഇയാൾ ദേശദ്രോഹപരമായ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ള ബോധം പ്രതിപക്ഷ പാർട്ടിക്കാരായിരുന്നാലും ശരി, ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടിക്കാരായിരുന്നാലും ശരി ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും.